ന്യൂഹാത്ത പർച്ചേസ് ചെയ്യണി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ന്യൂഹാത്തനെ കാണാം. എന്താ പരിപാടി? ആഹാ, റൈസിങ് ആണല്ലോ. ന്യൂഹാത്ത എപ്പോ എത്തി? എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയണ്ട. ഇപ്രാവശ്യം ഡൽഹി, ജയ്പൂർ, പിന്നെ ജയ്പൂരിൽ തന്നെ രാജസ്ഥാനിലുള്ള കുറേ വില്ലേജസ് അങ്ങനെ ആയിരുന്നു. പിന്നെ കർണാടകയിലെ കുറച്ച് ഭാഗം കവർ ചെയ്തു. ബാക്കി എനിക്ക് ടയേർഡായപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ആക്ച്വലി 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ പറ്റുന്നില്ല. തിരിച്ചു വന്നു. അടിപൊളി പ്രോഡക്ട്സ് ആട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം. ഒന്നാമത്തെ കാര്യം, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ബിക്കോസ് ഞാനൊരു ആർത്രൈറ്റിസ് പേഷ്യൻ്റ്. എനിക്ക് ആർത്രൈറ്റിസ് ഉള്ളതുകൊണ്ട് ഒരുപാട് തണുപ്പൊക്കെ, കൈക്കും കാലിനൊക്കെ മരവിപ്പ്, പെയിനൊക്കെ കൂടും. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ എറണാകുളം ഷോപ്പിന്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രേസ് ആയിട്ട് ഇരിക്കുവാണ് ഞാനിപ്പോൾ. നിങ്ങളെക്കാൾ കൂടുതൽ ആകാംക്ഷയാണ് എനിക്ക്. എന്ത് കൊണ്ടുവരണം, എന്താ പുതിയത്. എറണാകുളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എറണാകുളം ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. എറണാകുളത്ത് ഇതുവരെ എല്ലായിടത്തും കിട്ടുന്ന സാധനങ്ങൾ ഞാൻ അതേ പ്രോഡക്റ്റുകൾ, അതേ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തില്ല എന്ന് എനിക്കറിയാം. സംതിങ് ഡിഫറെന്റ് ആൻഡ് യൂണിക് ആയിട്ടുള്ളത്, ഏറ്റവും നല്ല പ്രോഡക്ട്സ്, ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കൊണ്ടുവന്നാൽ മാത്രമേ എറണാകുളം പോലൊരു മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. സോ അതിനുള്ള ഒരു ഇതിൽ ഭയങ്കര ഹാപ്പി. ഇതുവരെയുള്ള പർച്ചേസിലൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അടിപൊളി പ്രോഡക്ട്സ് ആട്ടാ. ഞാൻ ചുമ്മാ വീഡിയോക്ക് വേണ്ടി പറയണല്ല, അടിപൊളി പ്രോഡക്ട്സ് ആണ്. എവിടെയൊക്കെ പോയി ഈ ഒരു പർച്ചേസിന്? ഇത്രയും നാളത്തെ പർച്ചേസ് ഞാന് കൊൽക്കത്ത പോയി. കൊൽക്കത്തയിൽ തന്നെ ഈ ബംഗാളിലെ ചില വില്ലേജസ് ഉണ്ട് കോട്ടൺ സാരികളുടെ. അപ്പൊ ആ വില്ലേജസ്, പിന്നെ ചാപ്പ മീൻസ് ഛത്തീസ്ഗഡ്, ചസറിന്റെ മെയിൻ കേന്ദ്രമാണ് ചാപ്പ. ചാപ്പയിൽ പോയിട്ട് ട്രഡീഷണൽ കണ്ടിട്ട് വരുന്ന, ഇതൊന്നും വീഡിയോക്ക് വേണ്ടി തള്ളുമല്ല കേട്ടോ, ഞാൻ റിയൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ചാപ്പയിൽ ഞാൻ കൂടുതലും കണ്ടത് ത്രെഡ് വൂവൺ ബൂട്ടാസ് ടസറിൽ വരുന്ന സാരികളാണ്. സോ ഞാൻ ഈ ത്രെഡ് ഒന്ന് മാറ്റി സെറി കൊണ്ട് വീവ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അതായത് ടസറിൽ സെറി വരുന്നത് ഭയങ്കര രസമല്ലേ, ഓക്സിഡൈസ്ഡ് സെറിയും ഗോൾഡൻ സെറിയും ആന്റിക് സെറി, നീം സെറിയൊക്കെ വെച്ചിട്ട് കുറേ ബൂട്ടാ വൂവൺ പുതിയ ടസർ സാരികൾ ചെയ്യിപ്പിച്ചു. ചാപ്പയിലെ ഒരുപാട് സ്ഥലങ്ങൾ ചെയ്തു. പിന്നെ ഭാഗൽപൂർ പോയി. ഭാഗൽപൂരും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സിൽക്ക് ലിനൻസും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഭാഗൽപൂരിലായിരുന്നു. അവിടെ എനിക്ക് നല്ലൊരു മാനുഫാക്ചററെ കിട്ടി. അവരിങ്ങനെ വലിയ ബ്രാൻഡുകളുണ്ടല്ലോ, ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ചിഡിയ ആൻഡ് നദിയ പാർ എന്നൊക്കെ പറയുന്ന മുംബൈയിലുള്ള വലിയ സിൽക്ക് ലിനൻ സാരികൾ പ്രിന്റ്സ് കിട്ടുന്ന. അപ്പൊ അവർക്കൊക്കെ മാത്രമേ ചെയ്യുന്നുള്ളായിരുന്നു. അപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് സൗത്തിലേക്ക് പോകുമോ എന്നൊക്കെ അവർക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ ഞാൻ നല്ല സിൽക്ക് ലിനന്റെ ഡിജിറ്റൽ പ്രിന്റഡ് സാരികളും നല്ല ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡും സിൽക്ക് ലിനൻസിലൊക്കെ കുറേ ചെയ്യിച്ചു. ബഗൽപൂരിൽ നിന്ന് തിരിച്ചു പിന്നെയും കൊൽക്കത്ത വന്നു. കൊൽക്കത്ത മെയിൻ ഏരിയ ഒക്കെ കവർ ചെയ്തു. അത് കഴിഞ്ഞു പിന്നെ പോയത് ബനാറസ്. നമ്മളുടെ എൻ്റെ പൊന്നോ ഒരു രക്ഷ ഉണ്ടായില്ല. ബനാറസിലെ പർച്ചേസ് ആണ് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയത്. ബനാറസ് തന്നെ ഞാനിങ്ങനെ ബനാറസിൽ 2 രീതിയിലാണ് ആളുകൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് കുറെ ട്രേഡേഴ്സ് ഉണ്ട് അവിടെ. നമുക്കിപ്പോൾ എളുപ്പപ്പണി ചെയ്യണമെങ്കിൽ ആ ട്രേഡറിന്റെ അവിടെ പോയിരുന്ന് നമുക്ക് എല്ലാ സാധനങ്ങളും ഒറ്റയടിക്ക് എടുക്കാം. അങ്ങനെ ചെയ്യാണ്ട് ഞാൻ ഇപ്രാവശ്യം ഈ സൈഡിൽ ഒരുപാട് വില്ലേജസ്, ഒരു സൈഡിൽ കുറേ മുസ്ലിം വീവേഴ്സ് ആണ്, ഒരു സൈഡിൽ കുറേ ഹിന്ദു വീവേഴ്സ് ആണ്. അങ്ങനെ കാറ്റഗറി തിരിഞ്ഞ് പല കൈൻഡ്. ഇപ്പൊ ഹിന്ദു വീവേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറേ എന്താ പറയാ, ട്രഡീഷണൽ ബനാറസി ഡിസൈൻസ്, ബനാറസില് കുറച്ച് ഫിഗേഴ്സ് ഒക്കെ വരുന്ന ടൈപ്പ് നമ്മളുടെ ട്രഡീഷണൽ ബൂട്ടാസ് ഒക്കെ. ഇപ്പൊ മുസ്ലിം വീവേഴ്സ് ആണെങ്കിൽ ഫിഗർ വീവ് ചെയ്യത്തില്ല, അവർ വേറൊരു കൈൻഡ്. അങ്ങനെ 2 കൂട്ടർ ടൈപ്പ് ഓഫ് ആളുകളുടെ കയ്യിൽ നിന്നുള്ള ബനാറസി സാരീസ്, സെമി കത്താൻസ് അങ്ങനെ കുറേ. ബനാറസിൽ ഞാൻ എനിക്ക് ഒരു 6-7 ദിവസത്തിന് മുകളിൽ നിന്നുള്ള പർച്ചേസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ടയേർഡായിട്ട് പിന്നെ വന്നു കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞാൻ ഡൽഹി പോയി. ഡൽഹി അടിപൊളിയായിരുന്നു. ഡൽഹിയിൽ എല്ലാവരും പോകുന്ന ഒരു സ്ഥലമുണ്ട്, ചാന്ദിനി ചൗക്ക്. എല്ലാവരും പൊതുവെ എല്ലാ ബുട്ടിക്കാരാണെങ്കിലും സ്റ്റോർ ലൈൻസിലുള്ള ആളുകളാണെങ്കിലും ചാന്ദിനി ചൗക്കിൽ പോയി പർച്ചേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ചാന്ദിനി ചൗക്ക് അങ്ങ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡൽഹിയുടെ ഔട്ടർ ഏരിയകൾ എങ്ങനെ എന്നെ കൊണ്ടെത്തിച്ചു എന്ന് വെച്ചാൽ അതൊക്കെ ഒരു നിമിത്തമാണ്. എൻ്റെ ദൈവം, എൻ്റെ ഉള്ളിലുള്ള ഒരു തീവ്രമായ ആഗ്രഹം, അതൊക്കെ എങ്ങനെയൊക്കെയോ എന്നെ ഈ സ്ഥലങ്ങളിൽ കൊണ്ടെത്തിച്ചു എന്നാണ് പറയാൻ. ഔട്ടറിലുള്ള ഡൽഹി ഔട്ടർ ഏരിയയിൽ മാനുഫാക്ചറേഴ്സിനെ കൊണ്ടായിട്ട്. അതുകൊണ്ട് തന്നെ ലെഹങ്കാസ് ഒക്കെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു അൺബീറ്റബിൾ പ്രൈസിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇപ്പോഴും നമ്മുടെ കേരള മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ സൂററ്റിൽ ഉള്ള ലെഹങ്കാസ്, അങ്ങനത്തെ കോമൺ ലെഹങ്കാസ് ആണ്. മുംബൈയിലുള്ള ലെഹങ്കാസ് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പക്ഷെ ഞാൻ എല്ലാം സംതിങ് ഡിഫറെന്റ് ആയിട്ട് ഫറൂഖാബാദ് പോയി ലെഹങ്ക ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലെഹങ്കാസ് ആണ് ഫറൂഖാബാദിൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ പോയി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ജയ്പൂർ പോയി. ജയ്പൂരിൽ തന്നെ നല്ല കോട്ടൺസും അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടി അത് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അഹമ്മദാബാദ് പോയി. അഹമ്മദാബാദിൽ നിന്ന് നേരെ കച്ചിൽ പോയി. കച്ചിൽ നിന്ന് ഞാൻ കർണാടക വന്നു. കുറച്ച് ഭാഗം കവർ ചെയ്ത് വന്നപ്പോൾ ടയേർഡ്, വേഗം ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങ് തിരിച്ചു വന്നേച്ചു. കാരണം പറ്റുന്നേ ഇല്ല, ഇത്രയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് പോകാനുള്ളത്
കാഞ്ചീവരം, ധർമ്മവരം, ആർണി, സേലം, തമിഴ്നാടിൽ തന്നെ സത്യമംഗലം, സിരുമുക്കൈ, അങ്ങനെ തമിഴ്നാട്ടിലൊരു 15 ദിവസത്തിൽ കൂടുതലുള്ള പർച്ചേസ് ഇനിയുണ്ട് എനിക്ക്. അപ്പൊ ഞാനിപ്പോ വന്നൊരു 2-3 ഡേയ്സ് റെസ്റ്റ് എടുത്തിട്ട്, അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണെന്നറിയോ പറ്റുന്നത്, കാരണം ഇന്ത്യയിൽ മുഴുവനും വന്നിട്ട് എന്റെ ആദ്യത്തെ ഷോപ്പിന്റെ പർച്ചേസിങ്ങിന് ആക്ച്വലി ഞാനിങ്ങനെ പേടിച്ചു, ഈ പ്രോഡക്ട്സ് കിട്ടുമോ എന്ന് പറഞ്ഞ് കണ്ടൊക്കെ എടുത്തിട്ട് വന്നു ഞാൻ. ഇപ്രാവശ്യം അതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സ്റ്റാഫുകളുമായിട്ട് പ്രൈസിങ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഞാൻ അടിയാ. കാരണം എന്താ വെച്ചാൽ ഈ പ്രോഡക്റ്റ് കാണുമ്പോൾ ഇവർക്ക് ഇത് വേണം, അയ്യോ ഞങ്ങൾക്ക് താ പിടിച്ചു വലിയാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, രണ്ട് ഷോപ്പിലേക്കും എടുത്തിട്ടുണ്ട്. കളക്ഷൻസ് എല്ലാം നല്ല കളക്ഷൻസ് ഒക്കെ എടുക്കുമ്പോൾ എല്ലാം ഞാൻ 2 sets 3 sets എടുക്കുന്നത് എന്റെ ആലപ്പുഴ ഷോപ്പിൽ ഒരു കളക്ഷൻ, ആ സെയിം കളക്ഷൻ തന്നെ എറണാകുളത്തും. പക്ഷെ സംതിങ് യൂണിക്കും അവിടെ വേണമല്ലോ, അങ്ങനത്തെ ഉണ്ട്. അപ്പൊ ഇപ്പൊ അല്ല, എറണാകുളം ഷോപ്പിന്റെ ഓപ്പണിംഗ് കഴിയുമ്പോൾ 2 ഷോപ്പിലും ആക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാഫുകളുമായിട്ട് റെഡിയായിരുന്നു. ഒരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ബെസ്റ്റ് പ്രൈസിൽ എനിക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റും. എല്ലാ കാറ്റഗറി ഓഫ് ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, പ്രീമിയം മാത്രമാണോ അവനകത്തുള്ളതെന്ന്. പ്രീമിയം ആണോ എന്ന് ചോദിച്ചാൽ പ്രീമിയം ഉണ്ട്. പ്രീമിയത്തിന് നല്ലൊരു സെക്ഷൻ തന്നെ. ഇപ്പൊ സാരിയിൽ നമ്മൾ പ്രീമിയം സാരീസ്, അതായത് 50,000+ ഉള്ള സാരീസ് എല്ലാം നമ്മളൊരു കാറ്റഗറി തിരിച്ച് വേറൊരു ഏരിയ തന്നെ അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലോ ഒരു 5,000-നും അവിടെ വന്ന ബ്രൈഡൽ സാരി കിട്ടും, 50,000-നും കിട്ടും, 5 ലക്ഷത്തിനും കിട്ടും. അതുപോലെയാണ് നമ്മൾ ഫ്ലോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഹങ്കാസും എല്ലാ റേഞ്ചും, മിഡിൽ ക്ലാസ് ടു ഹെവി ആൻഡ് പ്രീമിയം VIP കസ്റ്റമേഴ്സ് വരെ ഉദ്ദേശിച്ച് എല്ലാ റേഞ്ചിലുള്ള ആളുകളും സന്തോഷത്തോടു കൂടി അവിടുന്ന് പർച്ചേസ് ചെയ്ത് ഇറങ്ങണം എന്നുള്ളൊരു ഇന്റൻഷനിലാണ് എറണാകുളം സ്റ്റോർ. ഇതുവരെ നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഫെബ്രുവരി ആയിരിക്കാം. ഒരു 90-95% നമ്മൾ ഫെബ്രുവരിയിലാണ് സ്റ്റോർ ഓപ്പണിംഗ് വെച്ചിരിക്കുന്നത്. ബട്ട് ഡേറ്റ് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഡേറ്റ് കൺഫേം ആയിട്ട് പറയാം. ഇപ്പൊ ഞാൻ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓരോ സാരികൾ ഇവിടെ വന്ന് പ്രൈസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കണ്ടതിനേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് ആണ്. പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് കാണിക്കണമെന്നുണ്ട്. കുറെ ചെറിയ വ്ളോഗുകളൊക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ വഴിയേ ഇടാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ്. എറണാകുളം പീപ്പിൾസ് പ്രാവശ്യം ഞാൻ എയർപോർട്ടിലോട്ട് അങ്ങോട്ട് ഇറങ്ങേണ്ട താമസം. എല്ലാവരും ഓപ്പണിംഗ് എപ്പോഴാണ് കാരണം എല്ലാവർക്കും പരിചയമുള്ള പോലെയാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് പേഴ്സണലി ഓപ്പണിംഗ് ഡേറ്റ് ഒന്ന് പറ. ഓപ്പണിംഗ് ഡേറ്റ് നിങ്ങളെ പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. ഒരു ഡേറ്റ് ഞാനിപ്പോൾ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റത്തില്ല. സോ ഇന്ന് പറഞ്ഞ പോലെ ഞാൻ ഇന്നിട്ടിരിക്കുന്ന എൻ്റെ കളക്ഷനിൽ നിന്ന് ഇപ്പം ഞാൻ പാകിസ്ഥാനി പ്യുവർ ലോണിൽ വരുന്ന എന്താ പറയാ വർക്ക്ഡ് ടോപ്പുകൾ, വർക്ക്ഡ് കുർത്താസ്, ടോപ്പ് ബോട്ടം ദുപ്പട്ട. ഇതിന്റെ ഷോൾ ഇവിടെ ഇല്ല അല്ലേടാ, ഞാൻ അവിടെ ഊരിട്ടു തോന്നുന്നു ഷോള്. അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ട 3 പീസ് സെറ്റ് പാകിസ്ഥാനി നമുക്ക് കിട്ടാനില്ലാത്തതാണ്. അപ്പൊ ഇത് ഞാൻ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഉടനെ പെട്ടെന്ന് എടുത്ത് കയ്യിലേക്ക് കിട്ടി. ഇത് ഡൽഹിയിൽ നിന്ന് വരുത്തിച്ച സാധനമാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടാവും. ഇതിപ്പോ ഞാനല്ല, അവിടുത്തെ ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 ഷോപ്പുകളിലും അവൈലബിൾ ആയിരിക്കും. ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്താ പറയാ ആലപ്പി സ്റ്റോർ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടിട്ടേക്ക് അതിന്റെ ഷോള് കാണിച്ചാൽ അവരെ ഞാൻ പറഞ്ഞ ഉടനെ കുട്ടികൾ ഷോൾ എടുത്തിട്ട് വന്നേണ്ട. ഇത് പാകിസ്ഥാനിയാണ്, പക്ക പാകിസ്ഥാനിയാണ്. ലോണിനകത്ത് പ്യോർ കോട്ടൺ ലോണിനകത്ത് ചെയ്തതാണ് 3 പീസ് സെറ്റ്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രിവാൻഡ്രം, പത്തനംതിട്ട, കൊല്ലം, കരുനാഗപ്പള്ളി അവിടത്തൊക്കെയുള്ള കസ്റ്റമേഴ്സിന് ആലപ്പി ഏരിയയും, അതേസമയം തൃശ്ശൂർ, കോഴിക്കോട്, പിന്നെ മൂവാറ്റുപുഴ, മലപ്പുറം ആൻഡ് തൃശ്ശൂർ, നമ്മുടെ എറണാകുളം, അങ്കമാലി ആ ഏരിയയിലുള്ളവർക്ക് നമ്മുടെ എറണാകുളം സ്റ്റോറും ആക്സസബിൾ ആകാന്നുള്ള ഇന്റൻഷനിലാണ്. അപ്പൊ 2 സ്ഥലത്തും നല്ല കളക്ഷൻസ് തന്നെ കൊണ്ടുവച്ച് മുന്നോട്ട് പോവാന്നുള്ളതാണ്. ഇനി വേണ്ട നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. എനിക്ക് ഭയങ്കര സന്തോഷമാട്ടോ എവിടെ ചെന്നാലും ആളുകളും. അതുപോലെ തന്നെ ഞാനൊന്ന് ബാംഗ്ലൂർ വന്നപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കുറേ ദിവസമായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, നമ്മളുടെ ബാംഗ്ലൂർ MG റോഡിലൊരു എന്താണ് നമ്മുടെ പാരഗണിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴത്തേക്കും അവിടെ ഫുൾ ക്രൗഡാണ്. പ്രത്യേകിച്ച് പാരഗണിൽ കഴിക്കാൻ വരുന്ന ആളുകൾ മലയാളികളാണ്. ശരിക്കും എന്നെ ഞെട്ടിച്ചുകൊണ്ട് ബാംഗ്ലൂരിലുള്ള ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും അവിടെ ഇരുന്നവരൊക്കെ എപ്പോഴാ ഷോപ്പ് ഓപ്പണിങ് പർച്ചേസിലാണോ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക. അപ്പൊ എനിക്ക് കൂടുതൽ സന്തോഷമാണ്. കാരണം ഞാനൊരു വ്ളോഗറോ ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളെ പോലെ തന്നെ ഒരാളാണ് ഞാനും. പക്ഷെ എന്നെ ഇത്രത്തോളം ആളുകൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എനിക്കതൊരു ഭയങ്കര പുതുമയായിരുന്നു. ബാംഗ്ലൂരിലുള്ള ഒത്തിരി പേര് എന്നോട് വന്ന് കുറെ സജഷൻസ് പറഞ്ഞു. പ്രീമിയം കുർത്താസ് കൊണ്ടുവരണം, പിന്നെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള, അതായത് ഓഫീസിന് ഇടാൻ പറ്റുന്ന കുറച്ച് പ്രീമിയം ഹൈ എൻഡ് കോട്ടൺസോ, ഹൈ എൻഡ് കോട്ടണൊക്കെ അടിപൊളി കോട്ടൺസ് ഉണ്ട് കേട്ടോ. ടസർ, ജൂട്ട്, ബനാറസി, എന്താ ഓരോന്നിനും ഓരോ കൗണ്ടർ സെറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് മാത്രം കളക്ഷൻസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതുവരെ ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്ത് എന്റെ പ്രൈസിങ്ങിന്റെ പുറകിലൊക്കെയാണ്. ഒപ്പം നമ്മളുടെ ഓൺലൈനിലേക്കും നല്ല പ്രോഡക്റ്റുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടിരിക്കും.
ഇതിനിടയ്ക്ക് ഞാൻ വോളിയം ചെയ്യാൻ പറ്റുന്നതൊക്കെ വോളിയം ആക്കി, അങ്ങനെ വോളിയം ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സുകളൊക്കെ അങ്ങനെയും കൊണ്ടുവരുന്നുണ്ട്. അതായത് ഓൺലൈനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പ്രൈസിങ്ങിന്റെ തിരക്കിലാണ്. എറണാകുളം ഷോപ്പ് നല്ല ഒരു റിയലി നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് അത്രയും ഗ്യാരണ്ടിയിൽ പറയാൻ പറ്റും. എന്തെങ്കിലും സംതിങ് യുണീക്ക് ആയിട്ട് കൊണ്ടുവരണം എന്നേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ഞാൻ പോലും എക്സ്പെക്ട് ചെയ്യാത്ത അത്ര യൂണിക് പ്രോഡക്ട്സുകൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഫെബ്രുവരിയിലായിരിക്കും കമ്മിങ് ഡേയ്സ്. അപ്പം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ബ്രൈഡ്സ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫെബ്രുവരി ലാസ്റ്റോട് കൂടിയായിരിക്കും. എല്ലാവരും ചോദിക്കുന്നുണ്ട് ബ്രൈഡൽ വെഡിങ് ഡ്രസ്സ് ഒന്നും നിങ്ങൾ എടുക്കരുത്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺകാരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫെബ്രുവരിയിൽ നമ്മൾ അവിടുത്തെ ഓപ്പണിങ്ങിന് എടുക്കാം. ഡേറ്റ് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. ഉറപ്പായിട്ടും നിങ്ങളുടെ വാല്യുബിൾ സജഷൻസ്, നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനെ പറ്റിയൊക്കെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കമന്റ് ആയിട്ട് തരാം. താങ്ക് യു.